വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച കോഴിക്കോട്ടെ സ്ട്രോങ് റൂമിനോട് ചേർന്നുള്ള റിസർവ് റൂം റിട്ടേണിംഗ് ഓഫീസർ തുറന്നതിൽ വിവാദം. കേന്ദ്രസേനയ്ക്ക് മാത്രം പ്രവേശനമുള്ള സ്ഥലത്തെ സീൽ ചെയ്ത റൂം തുറന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് യുഡിഎഫിന്റെ ആരോപണം. എൻകോർ ആപ്ലിക്കേഷനിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാണ് മുറി തുറന്നതെന്നാണ് റിട്ടേണിംഗ് ഓഫീസറുടെ വിശദീകരണം. CCTV ദൃശ്യങ്ങൾ നിരീക്ഷിച്ച് കാവൽ നിന്ന UDF പ്രവർത്തകരാണ് സ്ട്രോങ് റൂം തുറന്ന് പോലീസ് സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥർ അകത്തു കയറുന്നത് കണ്ടത്. ഉടനെ UDF നേതാക്കൾ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. റിട്ടേണിംഗ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമെത്തിയ പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹലിക്കൊപ്പം മറ്റ് UDF സ്ഥാനാർത്ഥികളും അകത്തു കയറി വിവരങ്ങൾ ശേഖരിച്ചു. റിട്ടേണിംഗ് ഓഫീസറെ സ്ഥാനത്തു നിന്ന് നീക്കണമെന്നും നടന്നത് ഗുരുതരമായ നിയമലംഘനമാണെന്നും UDF ആരോപിച്ചു. ഇതിൽ കൃത്യമായ സുരക്ഷാ പിഴവുണ്ടായിട്ടുണ്ട്. ഇത് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഞാൻ കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. റൂം തുറക്കുന്ന കാര്യം രാവിലെ 8 മണിക്ക് ഫോണിലൂടെയാണ് തന്നെ വിളിച്ചറിയിച്ചതെന്ന് ഫാത്തിമ തെഹ്ലിയ. ഇവിടെ എത്തിയ സമയത്ത് തുറക്കാൻ പോവാണ് എന്നുള്ളത് ഓൾറെഡി തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണേ വരാം അല്ലെങ്കിൽ വരണ്ട എന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ ആ ഒരു മെയിൽ ഫോർ വെരിഫിക്കേഷൻ അത്രമാത്രം. ഇല്ല തുറന്ന റൂമിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് സ്ട്രോങ് റൂം എന്നാ. റിട്ടേണിംഗ് ഓഫീസറോട് വിശദീകരണം തേടിയതായി ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. രേഖകളുടെ പകർപ്പെടുക്കാൻ റിട്ടേണിംഗ് ഓഫീസർ മറന്നുപോയതിനാൽ നടപടിക്രമങ്ങൾ പാലിച്ച് വീണ്ടും റൂം തുറന്നതാണെന്നാണ് പ്രാഥമിക നിഗമനം. റിപ്പോർട്ടർ, കോഴിക്കോട്.